dear juniors, welcome back to Junior Chronicle. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് ഒരു വർഷത്തെ കാര്യപരിപാടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2025 നവംബർ 7 മുതൽ 2026 നവംബർ 7 വരെയാകും ഈ ആഘോഷങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വന്ദേ മാതരത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. 1875 ബംഗാളി എഴുത്തുകാരനായ ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ ഈ ഗീതം എഴുതുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ നോവലായ ആനന്ദമഠത്തിലേക്ക് ഇത് ചേർക്കുകയായിരുന്നു. മെല്ലെ മെല്ലെ രാജ്യത്തുടനീളമുള്ള ആളുകൾ ഈ ഗീതം ചൊല്ലാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമര പോരാട്ടങ്ങളിലും റാലികളിലുമെല്ലാം ഈ ഗീതം മുഴങ്ങിക്കേട്ടു. നമ്മൾ ഇന്ത്യക്കാരെല്ലാം ഒന്നാണെന്നുള്ള വികാരം ആളിക്കത്തിക്കാൻ ഇതിന്റെ വരികൾക്ക് സാധിച്ചു. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സെക്ഷനിൽ വെച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ ആദ്യമായി ഈ ഗീതം ആലപിക്കുന്നത്. പിന്നീട് ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം 1950 ജനുവരി 24 ഇതിനെ നമ്മുടെ ദേശീയ ഗീതമായി പ്രഖ്യാപിക്കുകയാണ്. ഇനി ഓരോ തവണ നമ്മുടെ നാഷണൽ സോങ് കേൾക്കുമ്പോഴും നിങ്ങൾ ചൊല്ലുമ്പോഴും ഇതിന് പിന്നിലെ ഈ ചരിത്രം നിങ്ങൾ ഓർക്കില്ലേ? നാളെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.